ഹായ്, എല്ലാവർക്കും AK ഫിലിം ഡയറീസിന്റെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെൽസന്റെ സംവിധാനത്തിൽ ദളപതി വിജയന്റെ നായകനായി എത്തുന്ന പുതിയ സിനിമയാണ് ബീസ്റ്റ്. ആ ബീസ്റ്റ് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ അല്ലെങ്കിൽ അറബിക് കുത്ത് എന്ന് പറഞ്ഞ പാട്ട് ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. ഇന്ന് 6 മണിയായപ്പോഴേക്കും യൂട്യൂബിലാണ് ആ ഒരു പാട്ട് റിലീസ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് അവർ അതിന്റെ ഒരു പ്രോമോ ഒക്കെ പുറത്തുവിട്ടിരുന്നു. വൻ രീതിയിലുള്ള വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു ആ ഒരു പ്രോമോ. ശിവകാർത്തികേയനാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒട്ടു സമയങ്ങളാണ് ഈ പാട്ടൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. വാനോളം പ്രതീക്ഷയാണ് വിജയണ്ണൻ വൺ ആൻഡ് ഓൺലി. അപ്പൊ നമുക്കൊന്ന് കേട്ടോക്കാം. തുടങ്ങി മോനെ കലാനിധിമാരൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദിസ് എ ഫാന്റാസ്റ്റിക് സോങ് അല്ലെങ്കിൽ സൂപ്പർ സോങ് എന്ത് വേണേലും പറയാം. പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു അറബിക് ടച്ച് അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സോങ്ങിന്റെ ഒരു ആകർഷിക്കുന്ന ഘടകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു അറബിക് ടച്ച് കൊണ്ട് തന്നെയാണ്. സാധാരണ ആ ഒരു അറബിക് ടച്ച് നമ്മൾ എവിടെയും കേൾക്കാറില്ല. ബട്ട് നമ്മൾ വിചാരിച്ച ഫുൾ അറബിക് പാട്ടാണ്, മറ്റേ ഫുൾ അറബിക് അല്ല. അതിനോടൊപ്പം തന്നെ ഒരു തമിഴ് ഇത് കയറ്റി വിടുന്നുണ്ട്. തമിഴ് ശരിക്കാണ് കൂടുതൽ. അതിനിടയ്ക്ക് ഇങ്ങനെ അറബിക്ക് ഇങ്ങനെ ഒരു ബൂസ്റ്റപ്പായ അറബിക്ക് വരുന്നതേ ഉള്ളൂ. ബട്ട് ഒരു ഇതുമില്ല. അറബിക്ക് വന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പാട്ട് ഇത്രയും ഒരു അടിപൊളിയാവുന്നതിന്റെ കാരണം. നമുക്ക് ആദ്യം 2-3 പോസിറ്റീവ് പറയാം. അപ്പൊ ആദ്യം പോസിറ്റീവ്സിലോട്ട് വരുന്ന സമയത്ത് ഒന്നാമത്തെ പോസിറ്റീവ് വിജയണ്ണൻ. എന്റെ മോനെ ഒന്നും പറയാനില്ല. ആ ഒരു ലുക്ക് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയതാണ്. ആ ഒരു ലുക്ക് അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. വിജയണ്ണൻ അടിപൊളി ലുക്ക്, ഒന്നും പറയാനില്ല. ആ ലുക്ക് കാണുമ്പോ തന്നെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഇതൊക്കെ കാണുമ്പോ സിനിമക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ ആ വിജയണ്ണന്റെ ലുക്കും ആ ഒരു പെർഫോമൻസും അടിപൊളിയായിരുന്നു. ആ ഡാൻസ് ഒക്കെ ഒരു അറബിക് ടച്ചുള്ള ഡാൻസ് ഒക്കെ ആയിരുന്നു. ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ്, അവർ നേരത്തെ പറഞ്ഞ അറബിക് ടച്ച് തന്നെയാണ്. അറബിക് ടച്ച് ഒന്ന് ശരിക്കും നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്തിട്ടുണ്ട്. തേർഡ്, മൂന്നാമത്തെ പോസിറ്റീവ്, ആ ഒരു ഫീമെയിൽ വോയിസ്. ഞാൻ അത് ആരാന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ ഇല്ല, ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. ആ ഒരു ഫീമെയിൽ വോയിസ് പാടിയ ആ ഒരു ഗായിക ഫാന്റാസ്റ്റിക്, ഒന്നും പറയാനില്ല. ആ ശരിക്കും ആ ഒരു അറബിക്കും അതിനോടൊപ്പം തന്നെ ആ ഒരു തമിഴും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഫ്ലുവന്റ് ആയിട്ട് കയറി വന്നിട്ടുണ്ട്. റിയലി ഫാന്റാസ്റ്റിക്. അനിരുദ്ധ്, മോനെ ഹാൻഡ്സ് ഓഫ് മാൻ. ഒന്നും പറയാം, ഒരു സെല്യൂട്ട് കൊടുക്കാൻ ശരിക്കും പറഞ്ഞത്. അത്രക്ക് നല്ലൊരു എനിക്ക് തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 മ്യൂസീഷ്യന്മാരാണ്. 3 മ്യൂസീഷ്യന്മാരുണ്ട്. ഒന്ന് AR റഹ്മാൻ, സെക്കൻഡ് അനിരുദ്ധ്, തേർഡ് യുവൻ ശങ്കർ രാജ. അതിനകത്ത് അനിരുദ്ധിന്റെ സ്ഥാനം വളരെ വലുതാണ്. കാരണം എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മ്യൂസീഷ്യനാണ് അനിരുദ്ധ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മാസിന് മാസം, ക്ലാസും മെലോഡീസ്, റൊമാൻസിന് അങ്ങനത്തെ. അപ്പൊ ഏത് സിനിമക്കും അതിനനുസരിച്ച് പറ്റിയ നല്ല ഫാന്റാസ്റ്റിക് മ്യൂസിക് ഇടുന്ന ഒരു വണ്ടർഫുൾ ടാലന്റഡ് മ്യൂസീഷ്യൻ അനിരുദ്ധ്. അപ്പൊ ഈ ഒരു മ്യൂസിക് അടിപൊളിയായിരുന്നു. പിന്നെ അനിരുദ്ധിന്റെ വോയിസ്, ആ പാടിയത് ഹലമത്തി ഹബീബോ, ആ ഒരു പാട്ട് പാടിയ ആ ഒരു ഇതും പൊളിയായിരുന്നു. ഒന്നും പറയാണ്ടായില്ല. ഐ ആം റിയലി ത്രിൽഡ് ആൻഡ് വെരി എക്സൈറ്റഡ്. ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ്. സിനിമ വരട്ടെ. അപ്പൊ സിനിമക്കായിട്ട് വെയിറ്റ് ചെയ്യാം. പൊളിസോ ഞാൻ ഒന്നും കൂടി പറയുന്നത്, എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോ നിങ്ങളുടെ അഭിപ്രായം അതിൽ കമന്റ് രേഖപ്പെടുത്തുക. സിനിമക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ബീസ്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. സൺ പിക്ചേഴ്സ് ആണ് പ്രൊഡക്ഷൻസ്. അപ്പോ കാത്തിരിക്കാം ആ സിനിമക്കായിട്ട്. വാനോളം പ്രതീക്ഷയാണ്. അപ്പോ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് എടുത്ത് മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് കമന്റ് യുവർ ഒപ്പീനിയൻ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പിടിച്ചമർത്താൻ മറക്കരുത്. കാരണം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നതായിരിക്കും. അപ്പോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാനോളം പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അമർ കൃഷ്ണ സൈനിങ് ഔട്ട്.